മൂന്നാർ പഞ്ചായത്തിൽ തെരുവു നായ്ക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയെന്ന പരാതി. പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർ ഈ ആരോപണം നിഷേധിക്കുകയാണ്. നായ്ക്കളെ വന്ധീകരിക്കാൻ ജില്ലയിൽ ഒരിടത്തും ABC സെന്ററുകളില്ല. കഴിഞ്ഞ മാസം 23, 24 തീയതികളിൽ മൂന്നാർ ടൗണിൽ നിന്നടക്കം തെരുവു നായ്ക്കളെ പഞ്ചായത്ത് അധികൃതർ പിടികൂടിയിരുന്നു. ഈ നായ്ക്കളെ കല്ലാറിലെ മാലിന്യ പ്ലാന്റിന് സമീപം ജീവനോടെ കുഴിച്ചുമൂടിയെന്നാണ് പരാതി. തൊടുപുഴ സ്വദേശി കീർത്തിദാസ് നൽകിയ പരാതിയിൽ പോലീസ് പഞ്ചായത്ത് അധികൃതരെയും വാഹനത്തിന്റെ ഡ്രൈവറെയും പ്രതി ചേർത്ത് കേസെടുത്തു. 200ഓളം നായ്ക്കളെ കൊന്നുവെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. മാരകമായ കുത്തിവെച്ച് ഇതുങ്ങളെ കൊല ചെയ്യപ്പെടുകയാണെന്ന് കണ്ട മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. എല്ലാ രീതിയിലുള്ള വഴുതടച്ചുള്ള അന്വേഷണം നമ്മളുടേതായ രീതിയിൽ നടത്തുകയും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ളതും തെളിവ് നശിപ്പിക്കാനായിട്ട് ഈ അധികൃതർ തന്നെ, പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ തന്നെ ബോഡി എടുത്ത് മാറ്റി അവിടെ നിന്ന് മാറ്റിക്കളയാനുള്ള ഒരു ഗൂഢമായ നീക്കം നടക്കുന്നതായിട്ടും വ്യക്തമായിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മൂന്നാറിൽ നിരവധി പേരെ തെരുവുനായ ആക്രമിച്ചിരുന്നു. അതിനാൽ തെരുവുനായ ശല്യം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. തെരുവുനായ്ക്കളെ പിടികൂടി വന്ധീകരിച്ച് എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള നടപടി. പക്ഷേ വന്ധീകരിക്കാൻ ജില്ലയിൽ ഒരിടത്തും ABC സെന്ററില്ല. തെരുവിൽ നിന്ന് പിടികൂടുന്ന നായ്ക്കളെ പാർപ്പിക്കാനും ജില്ലയിൽ ഇതുവരെ സംവിധാനം ഒരുക്കിയിട്ടില്ല. ജില്ലാ ആസ്ഥാനമായ പൈനാവിൽ ABC സെന്ററിനായി ജില്ലാ പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കെട്ടിടത്തിന്റെ നിർമ്മാണം പോലും ആരംഭിച്ചിട്ടില്ല. ABC സെന്റർ ആരംഭിക്കുന്നതുവരെ ജില്ലയിലെ തെരുവു നായ്ക്കളെ എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് അധികൃതർക്ക് ഉത്തരവുമില്ല. ഇടുക്കിയിൽ നിന്ന് ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.